സാധാരണ സർക്കാർ ജീവനക്കാരൻ ഒരു ദിവസം അറിയാതെ കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളയുടെ നടുവിൽ പെട്ടാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് കഥ കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയാതെ തന്നെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. 2026 പുറത്തിറങ്ങിയ ഐ നോബഡി എന്ന സിനിമയുടെ കഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാൻ തുടങ്ങിക്കോളൂ. മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ രാജീവൻ തന്റെ വണ്ടിയിൽ നിന്നിറങ്ങി ഒരു ഗണ്ണുമായി ബാങ്കിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അയാൾ അകത്തു പോയതിന് തൊട്ടു പിന്നാലെ ഒരു വാൻ ബാങ്കിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം 3 കള്ളന്മാർ ബാങ്ക് കൊള്ളയടിച്ച ശേഷം രാജീവിനെ ബന്ദിയാക്കി അവന്റെ മുഖം മറച്ചുകൊണ്ട് വാനിൽ കയറ്റി പോകുന്നു. ആ കള്ളന്മാരും തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ കള്ളന്മാരുടെ പിന്നാലെ അവരെ പിടിക്കാൻ വേണ്ടി 2 പോലീസുകാർ പോകുന്നുണ്ടെങ്കിലും അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കി ആ കള്ളന്മാർ രക്ഷപ്പെടുന്നു. കുറെ ദൂരം പോയതിനു ശേഷം തങ്ങൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ രാജീവനെ അവർ റോഡിൽ ഉപേക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ആ കള്ളന്മാരിൽ ഒരുവന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന ബാഡ്ജ് രാജീവന്റെ കയ്യിൽ കിട്ടുന്നു. ആ ബാഡ്ജ് തിരിച്ചെടുക്കാൻ വേണ്ടി അവർ രാജീവനെ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ട്രക്കുമായി വണ്ടി കൂട്ടിയിടിച്ച് അവർ 3 പേരും മരിക്കുന്നു. റോഡിൽ നിന്ന് കിട്ടിയ രാജീവനെ നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ ആ 2 പോലീസുകാർക്ക് അവനെ തന്നെയാണ് കള്ളന്മാർ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. രാജീവൻ തന്റെ കയ്യിലുള്ള കള്ളന്മാരിൽ നിന്ന് കിട്ടിയ ബാഡ്ജ് അവരെ ഏൽപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ആ 2 പോലീസുകാരിൽ അനസ് എന്ന പോലീസുകാരൻ ആ കള്ളന്മാരുടെ കൂട്ടാളിയായിരുന്നു. ആ ബാഡ്ജ് കാരണം അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്ന് വിചാരിച്ച് അവൻ അവരെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ 3 പേരും ആക്സിഡന്റിൽ മരിച്ചു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ബാങ്ക് കൊള്ളയടിച്ച കള്ളന്മാർ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അനസിനും കൂട്ടാളിക്കും സസ്പെൻഷൻ കിട്ടുന്നു. ബാങ്ക് കൊള്ളയെക്കുറിച്ച് രാജീവന്റെ അടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭാര്യയായ മീര അവിടെ എത്തുന്നുണ്ട്. ഇത്ര വലിയ പ്രശ്നമുണ്ടായി ഭർത്താവ് ഹോസ്പിറ്റലായതിന്റെ ഒരു വിഷമവും മീരയുടെ മുഖത്ത് കാണുന്നില്ലായിരുന്നു. SP മീഡിയയ്ക്ക് ബാങ്ക് റോബറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ്. റോബറിക്ക് ശേഷം രക്ഷപ്പെട്ടു പോയ 3 കള്ളന്മാരും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവർ മോഷ്ടിച്ച 17 കോടിയോളം രൂപയും സ്വർണവും ആ കാറിലില്ലായിരുന്നു. അത് ആ കള്ളന്മാർ ആക്സിഡന്റിന് മുൻപേ വേറെ എവിടെ ഒളിപ്പിച്ചിരുന്നു. മീര രാജീവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ മീര രാജീവനോട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് പോലുമില്ല. മീരയ്ക്കും രാജീവനും 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത കുട്ടിയുടെ പേര് ജിയ എന്നും ഇളയ കുട്ടിയുടെ പേര് അമല എന്നുമാണ്. ജിയ രാജീവനോട് സംസാരിക്കാറില്ല. അമല മാത്രം അവൻ എന്തു പറ്റിയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മീരയും രാജീവനും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അവർ സെപ്പറേറ്റഡ് ആയ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. മീര തന്റെ കുട്ടികളെയും കൊണ്ട് അവളുടെ റൂമിൽ തന്നെയാണ്. രാജീവനാകട്ടെ ഒറ്റയ്ക്ക് തന്റെ റൂമിലും. കള്ളന്മാർ ബാങ്കിൽ വെച്ചടിച്ച രാജീവന്റെ മുറിവിൽ അമല മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ രാജീവനോട് ഒരു കഥ പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോൾ അവൻ അന്ന് നടന്ന സംഭവങ്ങൾ ഒരു ആമയുടെയും മുയലിന്റെയും കഥ പോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മീരയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. രാജീവൻ രാവിലെ പോയത് മീരയുമായി അഫെയർ ഉള്ള ആ ബാങ്ക് മാനേജറിനെ കാണാൻ വേണ്ടിയായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോഴാണ് ആ കള്ളന്മാർ ബാങ്ക് കൊള്ളയടിക്കാൻ അവിടേക്ക് വരുന്നത്. രാജീവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് താഴേക്ക് വീഴുകയും അതുകണ്ട കള്ളന്മാർ അവനെ മർദ്ദിക്കുകയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഥ രാജീവൻ മകളോട്